നമസ്കാരം. സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം. കേരളത്തിൽ 2 തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. ഒന്ന് പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള 10-30,000 സ്ഥാപനങ്ങൾ വാർഡുകളിലെ നിയോജകമണ്ഡലങ്ങളിലേക്കുള്ള ഇലക്ഷൻ. മണ്ഡലം എന്ന് പറഞ്ഞാൽ വാർഡ്, ഗ്രാമപഞ്ചായത്ത് വാർഡുകൾ, പിന്നെ ബ്ലോക്ക് പഞ്ചായത്തുകൾ, ജില്ലാ പഞ്ചായത്തുകൾ, ഇങ്ങനെ കോർപ്പറേഷൻ, മുനിസിപ്പാലിറ്റി, ഇങ്ങനെ വലിയൊരു തെരഞ്ഞെടുപ്പ് കാഹളത്തിലേക്ക് കേരളം പോകാൻ പോകണം. ഇപ്പോൾ വോട്ടേഴ്സ് ലിസ്റ്റൊക്കെ വരും, ഉടനെ വരും. മിക്കവാറും ഡിസംബറിലായിരിക്കും, നവംബർ അവസാനം അല്ലെങ്കിൽ ഡിസംബറിലായിരിക്കും വലിയ തെരഞ്ഞെടുപ്പ് തദ്ദേശ ഭരണ സ്ഥാപനത്തിൽ നടക്കുന്നത്. അതിൻ്റെ ഒരു ക്ഷീണം അങ്ങ് തീർത്ത്, അതിൻ്റെ റിസൾട്ടുമൊക്കെ വന്ന് ക്ഷീണം തീർത്ത് വരുമ്പോൾ ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് 27 മുമ്പ് പുതിയ മന്ത്രിസഭ വരണം. മൂന്നാം മുന്നണി, മൂന്നാം ഊഴം, രണ്ടാം ഊഴമല്ല, മൂന്നാം ഊഴവും വീണ്ടും ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ തന്നെ വരും, അല്ലെങ്കിൽ വരണം എന്നുള്ള നിലയിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് കൊണ്ടുപോകും. ഒരു സാഹചര്യത്തിലും വരരുത്, ഞങ്ങൾക്ക് 100 സീറ്റോടുകൂടി വരണം എന്നുള്ള ഒരു കച്ചകെട്ടലിലാണ് VD സതീശനും സംഘവും പുറത്തുള്ളത്. അപ്പോൾ അദ്ദേഹം പ്രതിപക്ഷ നേതാവാണ്. അദ്ദേഹം ആവർത്തിച്ച് 100 സീറ്റ് കിട്ടും എന്ന്, അല്ലെങ്കിൽ 99 സീറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞ് വളരെ ആവേശപ്പെട്ട് നിൽക്കുന്നുണ്ട്. എന്നാൽ ഒരു 8-10 സീറ്റെങ്കിലും പിടിച്ചുകൊണ്ട് അസംബ്ലിയിൽ വളരെ കൃത്യമായ സാന്നിധ്യം തെളിയിക്കണം എന്ന് BJPയും രംഗത്തുണ്ട്. ഒരു 10-25, അവർ 20% വോട്ട് പിടിച്ചിട്ടുണ്ട്. അതൊരു 25% അല്ലെങ്കിൽ 30% കൊണ്ടുപോകാൻ പ്രയാസമാണ് കേരളത്തെ സംബന്ധിച്ച്. പക്ഷേ കൊണ്ടുപോയാൽ അവർക്കും ചില സീറ്റുകൾ മറിക്കാൻ പറ്റും, 8-10 സീറ്റെങ്കിലും കൊണ്ടുപോകാൻ പറ്റുമെന്നുള്ള നിലയിലാണ് അവർ നീങ്ങുന്നത്. ഇനിയാണ് അന്തർധാരകൾ. നല്ല രസകരമായ അന്തർധാരകളാണ്. CPMഉം BJPയും കൂടി കോൺഗ്രസിന് ഒതുക്കാൻ ഒരു അന്തർധാര ഉണ്ടാകുമോ? CPMന് വെട്ടാൻ വേണ്ടി BJPയും പിന്നെ കോൺഗ്രസുമായി അന്തർധാര ഉണ്ടാകുമോ? BJPയെ ചിലയിടങ്ങളിൽ തോൽപ്പിക്കാൻ വേണ്ടി കോൺഗ്രസും CPMഉം തമ്മിൽ അന്തർധാര ഉണ്ടാകുമോ? ഇങ്ങനെ ഒരു ട്രയാങ്കിളാണിത്. വളരെ രസകരമായൊരു ട്രയാങ്കിളാണ്, ബർമുഡ ട്രയാങ്കിൾ പോലെ. ഈ വെട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമോ എന്ന് നമുക്കറിയില്ല. തീർച്ചയായിട്ടും നമ്മൾ കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്തായാലും നമുക്ക് നോക്കാം. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം, കേരള രാഷ്ട്രീയത്തിൽ ആര് വന്നാലും വികസന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് പോകാൻ പുതിയ കാഴ്ചപ്പാടുകളും പുതിയ പരിപാടികളും പുതിയ ധനാഗമ മാർഗങ്ങളും ധനസമാഹരണ മാർഗങ്ങളും ഇല്ലെങ്കിൽ പ്രയാസത്തിലേക്കാണ് പോകുന്നത്. കാരണം ഇപ്പോൾ തന്നെ എത്രയോ കാര്യങ്ങൾ പെൻഡിങ് ഉണ്ട്. ശമ്പള പരിഷ്കരണത്തിൻ്റെ കാര്യങ്ങളിൽ പെൻഡിങ് ഉണ്ട്, പങ്കാളിത്ത പെൻഷൻ്റെ കാര്യത്തിലുണ്ട്. അങ്ങനെ കുറേ വിഷയങ്ങളുണ്ട്. ഇപ്പോൾ ക്ഷേമ പെൻഷനുകളിൽ കുറേ കൊടുത്തു, പക്ഷേ എങ്കിലും വീണ്ടും അതിനകത്ത് കുറേ പരിമിതമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ട് ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. അപ്പോൾ ഇപ്പോൾ അടുത്ത ഗവൺമെൻറ് വന്നു വിചാരിക്കുക, അത് UDF വന്നാലും LDF വന്നാലും ഗവൺമെൻറ് സിസ്റ്റമാണല്ലോ. അപ്പോൾ സിസ്റ്റത്തിന് പണം വേണം, അത് കൊടുക്കാൻ സംവിധാനം വേണം, പ്രയോറിറ്റി വേണം. ആ പ്രയോറിറ്റി തീരുമാനിക്കുമ്പോൾ ഒരാളിന് കൊടുക്കുമ്പോൾ അടുത്ത ആളിന് കൊടുക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ കുറേ സംഘർഷാത്മകമായ സാമ്പത്തിക സംഘർഷവും മറ്റുമൊക്കെ ഉള്ള ഒരു ഭരണമായിരിക്കുമോ ഇനി വരുന്നത് നമുക്കറിയില്ല. എന്ത് മാജിക്കാണ് ഓരോ മുന്നണി കയ്യിലും ഉള്ളത് അടുത്ത ഗവൺമെൻറ്റിലേക്ക്. ഞാൻ ഈ ഗവൺമെൻറ്റിനെ കുറിച്ച് ഇനി വർത്തമാനം പറയാത്തത്, നമ്മളെ സമയം ഫാഗ് എൻഡാണല്ലോ. ഇനിയിപ്പോൾ കുറച്ച് വികസന സദസ്സ് നടക്കുന്നു. ഇനി കുറച്ച് വികസന പ്രവർത്തനങ്ങളും കുറച്ച് ക്ഷേമ പ്രവർത്തനങ്ങളും കുറച്ച് കാര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പിലേക്ക് പോകും. അപ്പോൾ മാത്രമല്ല, 2 തെരഞ്ഞെടുപ്പ് വരുന്നത് കൊണ്ട് ഇടയ്ക്ക് ഗ്യാപ്പ് വരും. ആ ഗ്യാപ്പിൽ തെരഞ്ഞെടുപ്പ് ചട്ടമുണ്ടാവും. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ അങ്ങനെ ചെയ്യാനും പറ്റില്ല ഗവൺമെൻറ്റിനെ സംബന്ധിച്ച്. ദീർഘവീക്ഷണമുള്ള അല്ലെങ്കിൽ ദീർഘകാലത്തിൽ ചെയ്യേണ്ട പല കാര്യങ്ങളും ചെയ്യാൻ പരിമിതിയുണ്ട്, സമയത്തിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതെന്തായാലും നമുക്ക് നോക്കാം. ആരാണ് വരിക, ആര് വീഴും, ആര് വാഴും, വരുന്നവർക്ക് എങ്ങനെയാണ്, എന്താണ് അവരുടെ വികസന അജണ്ട, വികസന മുൻഗണന എന്താണ് എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം.